വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പോകുന്നോ ചുന്നി പോകുന്നോ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. പക്ഷേ വാസ്തവത്തിൽ മാഡം സന്ധ്യയെ പോലുള്ള ആളുകൾക്കറിയാം, ഈ സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്നത് നമ്മൾ പറയാനേ ഉള്ളൂ. ഇപ്പോഴും നമ്മളുടെ എന്താ പറയുക, പേട്രിയാർക്കൽ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ടേയിരിക്കും. ഈ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാനിടയുണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായി, ഓർമ്മയുണ്ടല്ലോ. ആ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരായിട്ട് കേരളത്തിലെ നായർ സ്ത്രീകൾ മുന്നേ ഒന്നാണ് പ്രവർത്തിച്ചത്. എൻ്റെ ഭാര്യ ഒരു നായർ സ്ത്രീയാണ്. ഇനിയിപ്പം ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എന്താ കേൾക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് കേരളത്തിലെ നായർ സ്ത്രീകൾ മുൻകൈ എടുത്ത് കാണിച്ചു. വേണ്ട, വി വിൽ വെയിറ്റ് എന്ന് പറഞ്ഞ കൂട്ടരാണ്, അല്ലേ? ഓർമ്മയുണ്ടോ? ഇതിൻ്റെ കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിസ്സാരമായ കാര്യം. നമുക്ക് നമ്മളുടെ എന്താ പറയുക, പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതിയെ വിട്ടുമാറാനുള്ള മടിയെന്നല്ലാതെ അതിൽ വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ശബരിമല ശാസ്താവ്, ഞാനൊരു ശബരിമല ഭക്തനാണ്. അപ്പം എനിക്ക് ശബരിമല ശാസ്താവിനോടുള്ള എന്താ പറയുക, ബഹുമാനക്കുറവോ ഭക്തിക്കുറവോ കൊണ്ടും അല്ല പറയുക. പക്ഷേ ഈ സ്ത്രീകൾ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ വന്ദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തിന് കുറവ് വരുമോ? വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വാസ്തവത്തിൽ കുറച്ച് കൂടെയേ ഉള്ളൂ ഇന്നത്തെ നിലയിൽ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. ആ സമൂഹത്തിൽ ഈ നമ്മളുടെ ഇന്നത്തെ നായിക കമല സുരേഷ് അല്ലെങ്കിൽ മാധവിക്കുട്ടി, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ ശ്ലാഘനീയമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അവരുടെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ ഇടയായാൽ തീർച്ചയായിട്ടും അത് നമ്മളിൽ ഒരു സ്ത്രീ സമത്വത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊരു ഉത്തേജനം ഉണ്ടാവും, ഒരു ഉണർവുണ്ടാവും. നമുക്കത് വളരെ ആവശ്യമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ സ്ഥാനത്തെക്കുറിച്ചും അവരർഹിക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ബോധവതികൾ ആകണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മളുടെ ആനന്ദകുമാർ, 10 വർഷമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഈ പരിപാടിയിൽ ഞാനൊരു സ്ഥിരം ആളാണ്. 10 വർഷമായിട്ട്. ആലോചിച്ച് നോക്കൂ സന്ധ്യ. അതെയോ? അപ്പം ഞങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തോട് വളരെ ലോയൽറ്റിയാണ്. നമ്മുടെ രവി അദ്ദേഹം പറയുകയുണ്ടായി തുടങ്ങിയത് എങ്ങനെയാണ്, അത് കഴിഞ്ഞ് ഇങ്ങനെ കൈപിടിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് സ്ഥിരമായി. അതെ. അപ്പം ഇപ്പം ഇദ്ദേഹം സത്യത്തിൽ വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് മറ്റ് സഹായങ്ങളൊന്നുമില്ലാണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു സ്വന്തം ആർജവത്തിൽ ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പലതിലും പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്കൊക്കെ കഴിയുന്ന രീതിയിൽ, എനിക്കറിയില്ല ആനന്ദകുമാറിൻ്റെ സ്ഥാപനത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരു ഉത്തേജനം കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്ഥാപനത്തെ സഹായിക്കുന്നതിന് നമ്മൾ സന്നദ്ധരാവണമെന്ന് എനിക്ക് വളരെ വിനീതമായ അഭ്യർത്ഥനയുണ്ട്. കാരണം അദ്ദേഹത്തെ പോലെ നിസ്വാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് രാഷ്ട്രീയ കക്ഷി ഭേദമൊന്നുമില്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളും ശ്ലാഘനീയമായ രീതിയിൽ നടക്കുന്നതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.